അല്പസമയം മുമ്പാണ് കൊല്ലം ബീച്ചിൽ പുതിയൊരു കണ്ടെയ്നർ കൂടി വന്നടിഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ തകർന്ന ഒരു കണ്ടെയ്നറാണ് അല്പസമയം മുമ്പായി തീരത്ത് വന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഇതാ തീരത്തേക്ക് ആ കണ്ടെയ്നർ ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നു, തിരമാലകൾ തട്ടി അകലുന്നു. അങ്ങനെ കുറച്ചു നേരമായി കണ്ടെയ്നർ ഇവിടെ എത്തിയിട്ടായി. കണ്ടെയ്നർ എത്തിയതിന് പിന്നാലെയാണ് തീരത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ട തടികളും ഒപ്പം വന്നടിഞ്ഞത്. ഈ തടികൾ നിലവിൽ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 100-ലധികം തടികളാണ് തീരത്ത് എത്തിയത്. ഈ കപ്പലിൽ നിന്ന് പൊട്ടി ഇല്ലെങ്കിൽ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന തടികളെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും നാട്ടുകാരൊക്കെ ചേർന്ന് ഈ തടികൾ ഏറെക്കുറെ തീരത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ വെള്ളത്തിലൂടെ ഇത്തരത്തിൽ തടികൾ ഒലിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നറിൻ്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ കണ്ടെയ്നറിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാലിയായ ഒരു കണ്ടെയ്നറാണ്, പൂർണ്ണമായും അത് തകർന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതോ ഒലിച്ചു പോയതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കൊല്ലം ബീച്ചിൽ ഒരു കണ്ടെയ്നർ കൂടി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ കുറേയധികം തടികളും തീരത്തോട് അണഞ്ഞിരിക്കുന്നു. ആ തടികൾ എന്തായാലും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തീരത്തേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. അവർ സുരക്ഷിതമായി തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് രാസവസ്തുക്കളെല്ലാം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് അവരത് തീരത്തേക്ക് സുരക്ഷിതമായി കയറ്റിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുറേ തടികൾ വെള്ളത്തിൽ ഒലിച്ചുപോയി എന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും ഈ പരിപാടിയൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, എപ്പോഴാണ് ഈ തടി വന്നത്? ഇതിപ്പോൾ 2 മണിക്കൂറാകും. ഇതിപ്പോൾ ഞങ്ങൾ വന്ന് പോയി കണ്ടെയ്നർ വന്ന് ഇത് മൊത്തം ഒഴുകി പോകുന്നു. ഇതിപ്പോൾ കടലിൽ കിടന്ന മത്സ്യത്തൊഴിലാളികൾ ആപത്താണ്. കാരണം വള്ളം ഓടിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഇഞ്ചൻ ഒടിഞ്ഞു പോകും. ഇതൊക്കെ നമുക്ക് തോന്നുന്ന നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി ഇവിടെ ഉള്ളതെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ഏകദേശം എത്ര തടി ഉണ്ടാവും മൊത്തം? ഒരു കണക്കില്ല. അതായത് നമ്മുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ 20 കഴിഞ്ഞ് കുറേ അങ്ങ് പോയി. ഇവിടെ തന്നെ ഒരു 100-150 പേരും പുറക്കിയെടുത്തിട്ടുണ്ട് നാട്ടുകാരോട് ചേർന്ന്. ഈ കണ്ടെയ്നറും തടിയൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് ബുദ്ധിമുട്ടാണ്. ഇത് വെള്ളത്തിൽ കിടന്ന ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇഞ്ചനിൽ വള്ളം ഒടിച്ച് പോയി ഇഞ്ചൻ ഒടിഞ്ഞു പോകും. പിന്നെ വലയിൽ ഉടക്കി പോയാൽ വല മൊത്തം നശിച്ചു പോവുക. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കരകി പിടിച്ചിടുന്നത്. അതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ തടി ഇങ്ങനെ കടലിൽ കിടന്നാൽ അവർക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റില്ല. അവരുടെ വലകൾ ഒടിഞ്ഞു പോകും. ഒപ്പം തന്നെ ബോട്ടിനും കേടുപാടുകൾ സംഭവിക്കും. അതുകൊണ്ടാണ് അവർ ഈ തടികൾ എടുത്ത് കടക്കിട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ തീരത്ത് വന്ന കുറേ തടികൾ ഒഴുകി മറ്റ് പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. നാട്ടുകാർ പല ആളുകളായി തടി കയറ്റിയിടുകയായിരുന്നു. ഇപ്പോഴും ഈ തീരത്തിൻ്റെ പല ഭാഗത്തും ഈ തടികളുണ്ട്. കുറേ ആളുകൾ തടി വലിച്ച് കരയ്ക്ക് കയറ്റുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സഞ്ജയ് സൂം ചെയ്ത് കാണിക്കും. ആ ഭാഗത്ത് തടി ആളുകൾ വലിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ ഈ കൊല്ലം ബീച്ചിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്ന തടിക്കഷ്ണങ്ങൾ വന്ന് അടിയുന്ന സാഹചര്യമുണ്ട്. ഈ തടികൾ ഇങ്ങനെ കടലിൽ കിടന്നാൽ തങ്ങളുടെ മത്സ്യബന്ധനത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഇതുവരെ പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ കണ്ടെയ്നർ അല്പസമയം മുമ്പാണ് വന്നടിഞ്ഞത്. അതിന് ഏറെ മുമ്പാണ് ഈ തടികൾ തീരത്ത് വരാൻ തുടങ്ങിയത്. ആദ്യം കുറച്ചായിരുന്നു തടികളുടെ എണ്ണം കൂടി. എന്തായാലും 100-ലധികം തടികൾ നിലവിൽ മത്സ്യത്തൊഴിലാളികൾ കരയ്ക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. അവരുടെ ഉപജീവനത്തിന് കൂടി വേണ്ടിയാണ്, ഉപജീവനത്തിന് തടസ്സം വരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അവർ ഈ തീരത്തെത്തിയ തടികൾ ഇങ്ങനെ സ്വമേധയാ വലിയ റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കണ്ടെയ്നർ ഷിപ്പ് തിരയിൽ ആടി ഉലയുകയാണ്. പക്ഷേ ഇതുവരെ പോലീസ് ജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലം ബീച്ചിൽ തടികൾ അടിഞ്ഞു. മാത്രമല്ല ഒരു കണ്ടെയ്നർ കൂടി തീരത്തേക്ക് അണയുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്.